മറ്റൊരു ബുദ്ധിമുട്ട് പിടിച്ച ഒന്നുകൂടിയുണ്ട്. പുരാണ സർപ്പി സിംഹസ്യ വസ തദ്വത് സസൈന്ധവ. അപ്പോൾ അതേപോലെ തന്നെ സിംഹത്തിൻ്റെ വസയിൽ ഇന്ദുപ്പും പഴയ നെയ്യും ചേർത്ത് നസ്യം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു റയറായിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ റിസൾട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൈന്ധവം പിപ്പലീനാംച തണ്ടുല സമനശില. അപ്പോൾ ഇന്ദുപ്പ്, തിപ്പലിപ്പൊടി, മനയോല ഇവ സമം എണ്ണയിലരച്ച് കണ്ണിലെഴുതുന്നത് വിഷമജ്വരത്തിന് നല്ലതാകുന്നു. പൊതുവെ നല്ലതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വരി വിട്ടുപോയി. ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു. നേത്രാഞ്ജനം തൈലവിഷ്ടം ശശ്യതേ വിഷമജ്വരേ. ഓക്കെ, അപ്പോൾ അത് 5 ദിനം ചെയ്യാം. അപ്പോൾ അടുത്ത യോഗം പുകയ്ക്കാനുള്ള ഒരു യോഗമാണ്, ഫ്യൂമിഗേഷനുള്ള ഒരു യോഗമാണ്. അപ്പോൾ പലാങ്കുഷ, നിംബപത്രം, വജാകുഷ്ടം ഹരീതകി, സർഷഭ, ശയവ, സർപ്പിർധൂപനം, ജ്വരനാശനം. അപ്പോൾ ജ്വരനാശനമായിട്ടുള്ള ഒരു ധൂപനമാണ്. പ്ലാശിന്തൊലി, വേപ്പില, വയമ്പ്, കൊട്ടം, കടുക്ക, കടുക്, യവം ഇവയെല്ലാം കൂട്ടി നെയ്യിൽ നനച്ചിട്ട് അത് പുക കൊള്ളിക്കുക, കത്തിച്ച് പുക ഏൽപ്പിക്കുക. അപ്പോൾ അത് വിഷമജ്വരത്തിന് നല്ലതാണ്. അപ്പോൾ അടുത്തത് ധൂമ ധൂപനം യച്ഛ നാവനം ച അഞ്ജനം ചയത് മനോവികാരേ നിർദ്ദിഷ്ടം കാര്യം തദ് വിഷമജ്വരേ. അപ്പോൾ ഇവിടെ മനോവികാരത്തിന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ധൂമപാനങ്ങൾ, ധൂപനങ്ങൾ, നസ്യങ്ങൾ, അഞ്ജനങ്ങൾ ഇവയെല്ലാം വൈദ്യൻ വിധിപ്രകാരം ശീലിപ്പിക്കുകയാണെങ്കിൽ വിഷമജ്വരത്തിന് അതൊക്കെ നല്ലതാണ്. ഉന്മാദത്തിൽ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ നമ്മളിവിടെയും ശീലിപ്പിക്കാമെന്ന അർത്ഥം. അപ്പോൾ അടുത്ത അവസാനത്തെ ലാസ്റ്റ് 2 വരി മണീനാം ഓഷധീനാം ച മംഗല്യാനാം വിഷസ്യ ച ധാരണാദാഗതാനാം ധാരണാത് ഗതാനാം ച സേവനാന്ന ഭവേജ്വര. അപ്പോൾ അവിടെ മുത്ത്, പവിഴം മുതലായിട്ടുള്ള മണികൾ, അതുപോലെ തന്നെ മംഗളകരങ്ങളായിട്ടുള്ള ദുർവാദി ഔഷധങ്ങൾ, വത്സനാഭി ഇതൊക്കെ ശരീരത്തിൽ ധരിക്കാൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ഔഷധങ്ങൾ സേവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ വിഷമജ്വരം ഉണ്ടാവില്ല എന്ന് പറയുന്നു.